ആമേൻ. ഈ രാവിലെ കർത്താവിന്റെ ദാസൻ സാജൻ തമ്പി ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മളോടുകൂടി ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചോളുന്നു. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു കാര്യത്തെ സംബന്ധിച്ച് അല്പനേരം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യരുടെ അഭിരുചി അല്ലെങ്കിൽ ടേസ്റ്റ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെദർ വി ആർ ഗ്രോയിങ് സ്പിരിച്വലി ഓർ നോട്ട്. ഞാനത് ചില വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായി തീരും. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ലോകത്തിലുള്ളവരെ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? പത്രോസ് അതിനോട് പ്രതികരിച്ചു. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പം കർത്താവ് സഹിക്കാൻ പോകുന്ന, തുടർന്ന് താൻ കടന്നു പോകേണ്ട കഷ്ടത, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങിയപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി നിനക്കത് ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ആ സമയത്ത് കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്യത്തിന്റെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടാ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അത് കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത് ദൗ സേവറസ്റ്റ്, SAVOUREST, thou savorest not the God but the things of man എന്ന് പറഞ്ഞാൽ നിന്റെ രുചി, നിന്റെ അഭിരുചി, നിനക്ക് ഏതിനോടാണ് ടേസ്റ്റ്? ആ ടേസ്റ്റ് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കുള്ള ടേസ്റ്റായി തീർന്നിട്ടില്ല. ഇപ്പോഴും ആ ടേസ്റ്റ് മനുഷ്യരുടെ കാര്യങ്ങളോടുള്ള ടേസ്റ്റാണ് നിനക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പൊ കർത്താവ് പറയുന്നത്, നിന്റെ ടേസ്റ്റ് മാറാതെ വഴികളെ, ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയത്തില്ല. നിന്റെ ടേസ്റ്റ് മാറാതെ മനുഷ്യരുടെ കാര്യങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളും തിരിച്ചറിയാൻ, ഡിസേൺ ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ ടേസ്റ്റ് മാറാതെ ഇറ്റേണൽ തിങ്സും ടെമ്പറൽ തിങ്സും തമ്മിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. നിന്റെ ടേസ്റ്റ് മാറാതെ ദൈവത്തിൻ്റെ വഴികൾ എന്താണ്, ദൈവത്തിൻ്റെ വഴി എന്താണ്, നിന്റെ ടേസ്റ്റ് മാറാതെ, നിന്റെ അഭിരുചി മാറാതെ നിനക്ക് നിനക്ക് എന്നെക്കുറിച്ച് ഒരു റെവലേഷൻ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജഡരക്തങ്ങളല്ല നിനക്ക് നൽകിയിരിക്കുന്നത്, അത് നിനക്ക് നൽകിയിരിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ. ത്രൂ റെവലേഷൻ നിനക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട്. പക്ഷെ അവിടെ നിന്ന് പത്രോസിനോട് കർത്താവ് പറയാണ്, ആഫ്റ്റർ ഹാവിങ് റിസീവ്ഡ് ദാറ്റ് റെവലേഷൻ ഓഫ് മീ, നീ ഞാൻ കടന്നു പോകുന്ന, ഇനി കടന്നു പോകാൻ പോകുന്ന വഴിയുണ്ട്, ദ വേ ഓഫ് ദ ക്രോസ്. ഇടുങ്ങിയ പാത, ബ്രോഡ് വേ, നാരോ വേ, കാണുന്ന താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ, earthly things,
ഇറ്റേണൽ തിങ്സ്, യേശുക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ള കാര്യങ്ങൾ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ നിന്ന് ഞാൻ വേറൊരു വാക്യത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ആത്മാവുണ്ടല്ലോ, നമ്മൾ എഫെസ്യർ 2-ാം അധ്യായത്തിൽ അതൊക്കെ വായിക്കുന്നുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് പറയാണ്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമുഖങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ ലോകത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ്, ആകാശത്തിലെ അധികാരങ്ങൾ, സ്പിരിച്വൽ ഫോഴ്സസ്, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ കാലഗതി ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്, ഒരു മോൾഡ് ഉണ്ട്. ഇതിൽ ഈ ഒരു ടേസ്റ്റ് ആണ് നാച്ചുറലി നമ്മുടെ ഉള്ളിലൊക്കെ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഈസ് എ ന്യൂ ക്രിയേഷൻ. കണ്ടാലും പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ തലത്തിലും ന്യൂ ക്രിയേഷന്റെ വേരുകൾ കടന്നു ചെല്ലണം. The effect of the new creation should penetrate every aspect of our life. നമുക്ക് നാച്ചുറൽ സെൻസസ് ഉണ്ട്. പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ട ശേഷം we have spiritual senses. ആത്മീക സെൻസസ് ഉണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് ഹൃദയത്തിന്റെ ദൃഷ്ടികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ ആ സെൻസസ്. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾ സ്പർശിച്ചിട്ടുള്ളത്, ഇങ്ങനെ അവിടെയും യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? സെൻസസ് അല്ലെങ്കിൽ ആ ടേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ട കാര്യങ്ങള്, കേട്ട കാര്യങ്ങള്, സ്പർശിച്ച കാര്യങ്ങള്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങള് ടേസ്റ്റാണ്. സ്മെല്ല്, ടച്ച് ചെയ്യുക, കാണുക. അപ്പം പത്രോസിനോട് കർത്താവ് പറയുന്നത് ഈ സെൻസസ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ
കർത്താവിനെ കുറിച്ചുള്ള ഒരു വേദഭാഗത്തേക്ക് പോവുകയാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തില് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ ഹി വിൽ ഡിലൈറ്റ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. അവിടെ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹി വിൽ മേക്ക് ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അതിന്റെ ലിറ്ററൽ ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്മെൽ, സെന്റ്, ഓർഡർ, ഓഡിയോ യുവർ. അവൻ വളരെ വേഗത്തിൽ മണത്തറിയും യഹോവ ഭക്തിയിൽ. ഹി വിൽ സേവർ, രുചിച്ചറിയും, മണത്തറിയും. അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള സ്മെല്ലാണത്. യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസിന്റെ ഒരു അളവുകോലെന്ന് പറയുന്നത് വെദർ അവർ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങള്, ആത്മീയ ഇന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്പിരിച്വൽ ടേസ്റ്റ്, സ്മെൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ സ്പിരിച്വൽ കാഴ്ച, വിഷൻ, കേൾവി, സ്പർശനം, രുചി, ഗ്രഹിക്കുക, ഈ കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എബ്രായലേഖന കർത്താവ് എബ്രായലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൽ പറയണം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പറയാണ്, തഴക്കത്താൽ അഭ്യസിച്ച, ബൈ യൂസ്, എക്സസൈസിങ് ബൈ യൂസ്, ഉപയോഗത്താൽ, എക്സസൈസ്ഡ് ആയിരിക്കുന്ന സെൻസസ്. ആ സെൻസസ് ഏതാണ്? സ്പിരിച്വൽ സെൻസസ്, നമ്മുടെ സ്പിരിച്വൽ അകത്തെ ഇന്നർ മാൻ്റെ, പുതിയ മനുഷ്യന്റെ സെൻസസ്. അപ്പൊ എങ്ങനെയാണ് തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി തീരുന്നത്? ബൈ യൂസ്. നമ്മുടെ സ്പിരിച്വൽ വാക്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ, കാഴ്ച, കേൾവി, ഗ്രഹിക്കുന്നത്, സ്പർശിക്കുന്നത്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഡു വി എക്സസൈസ്? നമുക്കത് എക്സസൈസ് ചെയ്യാൻ കഴിയുമോ? കഴിയും. ഒരു ശിശു ഈ ലോകത്തിലേക്ക് ജനിച്ച് പിറന്ന ശേഷം അവന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നറിഷ്മെന്റ്, ഈസ് നറിഷ്ഡ്, പ്രോപ്പർ നറിഷ്മെന്റ്. മറ്റൊന്ന്, ബൈ വേ ഓഫ് യൂസ്, എക്സസൈസ് ഹിംസെൽഫ്.
ഒരു വ്യക്തി ജനിച്ച ശേഷം അവൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ അതെല്ലാം വളരെ ഉപയോഗശൂന്യമായി തീർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഏതെങ്കിലും അവയവങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു പോകും. ഈ യൂട്ടിലിറ്റി ഇത് എക്സസൈസ് ചെയ്യുന്നതിനുള്ള ദൈവനിയോഗമായ സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ that produces endurance, സ്ഥിരത ഉണ്ടാക്കുന്നു. നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ബട്ട് സ്ഥിരതയോടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ, വളരണമെന്നുണ്ടെങ്കിൽ ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്, ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫെയ്ത്ത്. അത് ദൈവം വളരെ അളന്നു തൂക്കി ഓരോരുത്തർക്കും അതാത് സന്ദർഭങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ആ ഒരു ഗ്രോത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ അതിലൂടെ നടത്തുന്നത്. ഇത് വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്ന ജീവിതത്തിലെ നിരന്തരമായിട്ട് നമ്മൾ സബ്ജക്റ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പാത്തിൽ, ഈ ഒരു വേയിൽ നമ്മൾ കൂടുതൽ സ്ഥിരതയുള്ളവരാകും തോറും ഒരു കാര്യം ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും, വിശപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കാഴ്ച കൂടിക്കൊണ്ടിരിക്കും, കേൾവി വർദ്ധിച്ചുകൊണ്ടിരിക്കും, ടേസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇറ്റേണൽ ആയിട്ടുള്ള, ഹെവൻലി ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, സെൻസസിനെ കുറിച്ച്. ടേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സ്മെല്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കട്ടിയായിട്ടുള്ള ആഹാരം, നീതിയുടെ വചനം, അത് എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവ്, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് കർത്താവ് ദീർഘമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് അപ്പം കൊണ്ട് അനേകരെ പോഷിപ്പിച്ച കാര്യങ്ങൾക്ക് ശേഷം കർത്താവ് തന്നെ കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും, ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഈ താഴോട്ട് വരുമ്പോൾ വീണ്ടും യേശു അവരോട് പറയാണ്, വേഴ്സ് 53, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ
ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. സി, ദ ടേസ്റ്റ് മാറ്റേഴ്സ്. സ്പിരിച്വൽ ടേസ്റ്റ് മാറ്റേഴ്സ്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകും. കർത്താവ് അവരോട് ഇത് പറഞ്ഞപ്പം many of these disciples, they left because they didn't have a taste for this food and drink. അതിനെച്ചാൽ ഈ പിറുപിറുക്കുന്നത് യേശു അറിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു മനുഷ്യപുത്രൻ. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഈ നാളുകളില് ഈ ദൈവത്തിന്റെ കർത്താവിന്റെ ഈ മാർഗം എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് സഫറിങ്ങിലുള്ള ഫെലോഷിപ്പ് ഉണ്ട് അതിനകത്ത് കർത്താവുമായിട്ട്. അവിടെ ക്രോസ് നമ്മുടെ അകത്ത് നടത്തുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട്. നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. The cross of Christ is doing a wonderful inward work. അവിടെ ഞാനും കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധം പൗലോസ് വളരെ ദാഹിച്ചതുപോലെ, that I may know him, ഞാൻ അവനെ അറിയേണ്ടതിന്, അവന്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മ അറിയേണ്ടതിന്, അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും. So he says, I may know him and I may experience and know the fellowship in his sufferings. ഇവിടെയാണ് കട്ടിയുള്ള ആഹാരം, the meat, the word of righteousness, കർത്താവിന്റെ മാംസവും കർത്താവിന്റെ രക്തവും. ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. ഇത് നമ്മുടെ അകത്തെ പുതിയ മനുഷ്യന്റെ, പുതിയ സൃഷ്ടിയായി തീർന്ന അകത്തെ മനുഷ്യന്റെ പ്രകൃതമായി തീർന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണല്ലോ നമ്മുടെ വളർച്ച, അതിൽ നിന്നാണല്ലോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നറീഷ്മെന്റ് വരുന്നത്. നറീഷ്മെന്റ് മാത്രം പോരാ, we need to use, we need to work, use, exercise. തന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എല്ലാം കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് we have to use, we have to exercise. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരത്തെ യെശയ്യാപ്രവചനത്തിൽ നിന്ന് വായിച്ച ആ വേദഭാഗത്ത് അവിടെ ഒരു കാര്യം പറയുന്നത്, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. നാച്ചുറലി നമ്മൾ നമ്മുടെ ഈ നാച്ചുറൽ സെൻസസ് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണ്, ചെവി, ഇതുകൊണ്ട് കാണുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒത്തിരി അസസ്മെന്റ്, ജഡ്ജ്മെന്റ് എല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കർത്താവോ അവനും ന്യായം പാലിച്ചു കൊടുക്കുന്നുണ്ട്, വിധി കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത്
not with what he sees or hears. പിന്നെ എങ്ങനെയാ അവന്റെ പ്രമോദം? he will make quick discernment, understanding, scent, smell in the fear of the Lord. ദൈവഭയത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഉള്ളിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, an inward understanding. അതിന് സ്മെല്ലെന്നും കൂടെ സ്മെൽ. he can smell, not with തന്റെ കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ടോ കേൾക്കുന്നതല്ല. there is an inward smell, taste, vision, understanding. അങ്ങനെയാണ് ദരിദ്രന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുകയും സാധുക്കൾക്ക് നേരോട് വിധിക്കുകയും ചെയ്യും. കർത്താവ് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു, പിശാചിനാൽ പരീക്ഷിതനായി, അവിടെ എല്ലാം വിജയാളിയായി ആത്മാവിന്റെ ശക്തിയോടുകൂടെ തിരികെ വരുന്നു. സുനഗോഗിൽ ചെന്നപ്പോൾ, ദേവാലയത്തിൽ അവിടെ ചെന്നപ്പോൾ ഇത് ചുരുളെടുത്തു കൊടുത്തു, അവൻ വായിച്ചു. അപ്പൊ തന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രഖ്യാപനമാണ്. അവൻ, യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതല്, കുരുടർക്ക് കാഴ്ച, അവൻ ബാഹ്യമായിട്ട് അന്ധന്മാർക്ക് അവൻ കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു. എന്നാൽ അത് മറ്റൊന്നിന്റെ അടയാളം കൂടിയായിരുന്നു, സൈൻ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അന്ധന്മാരായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷെ നിങ്ങൾ അന്ധന്മാരായിരിക്കെ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ മറ്റൊരു വേദഭാഗത്തേക്ക് വരട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവിടെയും ചിന്തിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, they have a taste for the things of this earth, they have a savor. അവരുടെ ആ രുചി കിടക്കുന്നത് ഇപ്പോഴും ഭൂമിയിലുള്ള കാര്യങ്ങളിൽ മേലാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവരാണ് പൗലോസ് കൊലോസിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുവാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. സെറ്റ് യുവർ അഫെക്ഷൻസ് ഓൺ ദ തിങ്സ് അബവ്. നാം എപ്പോഴും ഉറപ്പാക്കേണ്ട ഒരു കാര്യം, I sense more of eternal things than of earthly things. എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ സെൻസ്, എൻ്റെ ബോധം, സുബോധം അധികമായിട്ട് നിത്യതയെ സംബന്ധിച്ചും നിത്യജീവനെ സംബന്ധിച്ചും നിത്യനായ ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും that sense is becoming stronger and stronger. That means I am moving closer to eternity. And I am getting detached from this earthly interest, things like that. അത് എങ്ങനെ സാധ്യമായി തീരുന്നേ? When the new senses get strengthened, grow,
നമ്മൾ ഫിസിക്കലി ഇവിടെ ആയിരിക്കുമ്പോൾ, ഫിസിക്കലി നമ്മൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഏർപ്പെടേണ്ട കാര്യങ്ങളിലും എല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടുപേര് തിരികല്ല് പിടിച്ചുകൊണ്ടിരുന്നു, വയലിലായിരുന്നു, കിടക്കമേലായിരുന്നു, എല്ലാം അതിൽ നിന്നും ഓടിപ്പോണ്ട കാര്യങ്ങളില്ല. അതിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ചിലരുടെ സെൻസസ്, അവരുടെ അഭിരുചി, ടേസ്റ്റ്, ഇന്ദ്രിയങ്ങൾ ഓൾറെഡി സെറ്റ് ഓൺ the things above. That makes the difference. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ആ നിലകളിൽ വളർത്തുമാറാകട്ടെ. ആ സ്പിരിച്വൽ സെൻസ് അത് കൂടുതൽ ഷാർപ്പനായിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ദിവ്യ വചനം ഉയരത്തിലുള്ളത് രുചിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ ആത്മീക രുചി ഈ വചനം കേട്ട് അത് വർദ്ധിപ്പാൻ, ഈ ലോകത്തിന്റെ അനുരൂപരാകാതെ ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് കർത്താവേ, ആ ദിവ്യ സ്വഭാവം രുചിച്ചുകൊണ്ട് to savor the things of God and not the things of this world. ഞങ്ങളെ വീണ്ടും അങ്ങയുടെ കരങ്ങളിലോട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകല സത്യത്തിലും വഴി നടത്തുവാൻ അങ്ങയ്ക്ക് സാധ്യമായതിനാൽ ദിവ്യ സ്വഭാവം അനുസരണത്തിൽ കൂടെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ, അതിൽ കൂടെ അനേക ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനം കേട്ട ആരും കർത്താവെ ഇത് അനുഭവമാക്കി തീർക്കാതിരുപ്പാൻ ശത്രുവിന്റെ ശക്തികളെ കർത്താവ് ശാസിക്കണമേ. എല്ലാവരെയും അനുഗ്രഹത്തോടെ അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രിയ പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. Now may the grace of our Lord Jesus Christ, the love of God, and the sweet abiding fellowship of the Holy Spirit rest and abide with each and every one of us till our Lord Jesus returns in his glory. Amen. Amen. Amen.